നമ്മളെ മൃണാൽ ദാസേട്ടനെ വിടാൻ യാതൊരു ഉദ്ദേശവും നമ്മളെ കേരളത്തിലെ യൂട്യൂബേഴ്സിന്. വേറെ കണ്ടന്റ് ഒന്നുമില്ല, പിന്നെന്താ, വരുമാനമില്ല, അത് വേറെ വിഷയം, ഫോളോവേഴ്സ് ഇല്ല, അതിലും വലിയ വിഷയം. ഈ പണ്ട് ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നു, ഒരാൾ എന്തെങ്കിലും ഒരു സ്ഥാപനം തുറന്നു കഴിഞ്ഞാൽ ഈ യൂണിയൻകാർ വന്നിട്ട് അതെങ്ങനെയെങ്കിലുമൊക്കെ പൂട്ടിക്കെട്ടും. ഇവിടെ പണ്ട് നമ്മളെ തൃപ്രയാറ് നാട്ടിക ഭാഗത്തൊരു മില്ലുണ്ടായിരുന്നു, അതങ്ങനെയൊക്കെ പൂട്ടിക്കെട്ടി പോയതാണ് പടച്ചോനെത്തിച്ചിട്ട്. അതുപോലെ ഇപ്പോൾ കേരളത്തിലെ കുറേ ബക്കുട്ടി യൂട്യൂബേഴ്സ്, എല്ലാ യൂട്യൂബേഴ്സും അല്ല കേട്ടോ, നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്. യൂട്യൂബേഴ്സിൻ്റെ ഇപ്പോഴത്തെ ടാർഗറ്റാണ് നമ്മളെ ദാസേട്ടൻ്റെ റെസ്റ്റോറൻറ്റ് ഹംഗ്രി പണ്ടാരോ പറഞ്ഞ പോലത്തെ പേരൊക്കെ മൂപ്പരിട്ടുള്ളൂ. മൂപ്പരെ പേരും വല്ലാത്തൊരു പേരുണ്ട്, റെസ്റ്റോറൻറ്റിൻ്റെ പേരും വല്ലാത്തൊരു പേരുണ്ട്, ഫുഡ് അതിലും വല്ലാത്ത ഫുഡ് വേണം, അതൊന്നുള്ള ആൾക്കാർ ചെല്ലുന്നത്. അപ്പോൾ അത് പൂട്ടിക്കെട്ടാനുള്ള പരിപാടിയാണ്. ആള് ഇന്നലെ റെസ്റ്റോറൻറ്റിലൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ. ആൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എല്ലാ കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റില്ല. ആൾ പറയുന്നുണ്ട്, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനും നമുക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, തിരക്കുകളുണ്ട്. പിന്നെ എല്ലാ കസ്റ്റമേഴ്സിനും സാറ്റിസ്ഫൈഡ് ചെയ്യാന്ന് വെച്ചാൽ അത് പോസിബിളായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു 500 പേര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 5 പേർക്ക് ചിലപ്പോൾ ആ ഫുഡ് ഇഷ്ടമാവണമെന്നില്ല. 500 പേർക്ക് ഇഷ്ടപ്പെട്ട ഫുഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, 5 പേർക്ക് ഇഷ്ടമാവണമെന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഖത്തറിൽ ഇതുപോലെ തന്നെ ഞാൻ റെസ്റ്റോറൻറ്റ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, വർക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഫണ്ടിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യത്തിന് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് പറയാം. ലഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്, 10 റിയാലിന് ലഞ്ചാണ്, മാന്യമായിട്ടുള്ള ലഞ്ചാണ്. അതിലൊരു ഫിഷ് ഫ്രൈ ഉണ്ട്. ആ ഫിഷ് ഫ്രൈ നമ്മൾ കൊടുക്കുന്ന ഒമാൻ മത്തിയാണ്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേട്ടി, ടൈയും ചോട്ടും കൂട്ടും പണ്ടാറൊക്കെ ഇട്ടിട്ട് വന്നിട്ടുള്ളൊരു കേട്ടി മാനേജർ വിളിച്ചിട്ട് ചോദിച്ചാൽ, അതെ അടുത്ത പ്രാവശ്യം മത്തി മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. മാനേജർ ചോദിച്ചു, എന്താണ് സാർ പ്രശ്നം? മത്തിയിൽ മുള്ളു കൂടുതലിടുന്നു. ഒമാൻ മത്തിയിൽ മുള്ളു കൂടുതലാണെന്നാണ് ആൾ കംപ്ലൈൻറ്റ്. മാനേജർ മറുപടി ഇങ്ങനെ പറഞ്ഞത്, സാറേ അടുത്ത പ്രാവശ്യം പിള്ളേർ മാർക്കറ്റിൽ പോകുമ്പോൾ മുള്ളു കുറഞ്ഞ മത്തി നോക്കി ഞാൻ മേടിച്ചോളാം, സാർ ഇപ്രാവശ്യം ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. ഇത്തരം അഭിപ്രായമുള്ള ആളുകളാണ് ഈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കസ്റ്റമേഴ്സ് കിങ് എന്നൊക്കെ പറയുന്നത് സത്യമാണ്, അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇത്തരം ആളുകളും കൂടിയിട്ട് വരുന്ന റെസ്റ്റോറൻറ്റ്സിൽ ഇത്തരം ആളുകൾ വരുമ്പോൾ ഇവരെല്ലാവരെയും നമുക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യിക്കാൻ പറ്റില്ല. അയാൾ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങളെപ്പോലത്തെ കുറേ യൂട്യൂബേഴ്സ് അപ്പുറത്തും ഇപ്പുറത്ത് ഇരുന്നിട്ട് പണ്ട് അയാൾ ഒരു 10-20 ഷോപ്പിൽ കയറി അഭിപ്രായം പറഞ്ഞു, നിങ്ങളും പറഞ്ഞോ, പറയേണ്ടെന്നൊന്നുമില്ല. പിന്നെ നമ്മളെ ദാസേട്ടന് കുറച്ച് ഇങ്ങനെ റിയാക്ടിങ് പവർ കൂടുന്നുണ്ട്. അയാൾ നിങ്ങൾക്ക് മറുപടി വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചൊറിച്ചൽ കൂടും. ഈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കിലുക്കൻ സിനിമയിലെ തിലകൻ്റെ സ്വഭാവമാണ്. ഇത് പച്ചവെള്ളം കൊണ്ടാണ് ഈ പ്ലേറ്റ് കഴിയുമെന്ന് വയ്ക്കും. അപ്പോൾ നമ്മൾ എല്ലാ സാറേ ചൂടുവെള്ളം കൊണ്ട്, ആര് പറഞ്ഞതിനോട് ചൂടുവെള്ളം കൊണ്ട് കഴുകാൻ എന്ന് പറയുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് അഭിപ്രായം നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ ഇന്നലെ എനിക്ക് വന്നിട്ടുള്ളൊരു കമൻറ്റ് കാണും കേട്ടോ, കണ്ടില്ലേ? അന്തോടെ തൃശ്ശൂർ എന്താ കേരളത്തിലല്ലേ, തൃശ്ശൂർക്കാർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അതിലും വലിയ വക്കോട്ട് ആർക്കട അങ്ങട്. ഇതുപോലൊരു ബിരിയാണിനെ കുറിച്ചിട്ട് മൂപ്പര് മറ്റേ ചാനലിൽ ഇരുന്നോ ഓൺലൈനിൽ പറഞ്ഞതിനാണ് നിങ്ങൾ ഇട്ടിട്ട് എല്ലാവരെയും വിളിക്കുന്നത്. അയാൾ പറയും, നിങ്ങളും പറയും, നമുക്കെല്ലാവർക്കും കൂടെ അഭിപ്രായം പറയാം. ഓക്കെ, അല്ലാതെ അത് പൂട്ടിക്കാൻ നിങ്ങൾ ഈ കെട്ടുംപാട്ടി ഇറങ്ങുന്നത്. അയാൾ വിജയിച്ച് കയറിയേ ഉള്ളൂ. നിങ്ങൾ ചൊറിയും തോറും അയാൾ വളരും. അതിനുള്ള കഴിവുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഒരു 5-6 വർഷം സ്റ്റഡി ചെയ്തിട്ട് ആൾ തോട്ടയ്ക്കിയത് കേരളത്തിലാണ്. അപ്പോൾ പോട്ടറായിട്ടല്ല, ആൾക്കറിയാം ഈ ജാതി പണിയൊക്കെ കേരളത്തിൽ നിന്ന് വരുന്നു. ഇതിനൊക്കെ വേണ്ട മുൻകരുതലുകൾ അയാൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആർജിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളിത് പൂട്ടാനിറങ്ങിക്കഴിഞ്ഞാൽ അത് കൂടൂലട്ടോ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്താളെ, വല്ല കണ്ടും മണ്ണൊക്കെ വാരിയിട്ട് എല്ലാം കല്ലെടുത്തെറി. അയാൾ പിന്നെയും തുടങ്ങും. അതായത് പിന്നെ 35 ടാർഗറ്റ് ചെയ്ത് നിൽക്കുക. നിങ്ങൾ പാവം യൂട്യൂബേഴ്സിനോട് പറയുന്നത്, നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിതൊരു ഫുൾ കോഴ്സായിട്ട് എടുക്കല്ലേ. നിങ്ങൾ എന്തെങ്കിലും പണിക്കൊക്കെ പോയി എന്നിട്ട് അതിൽ ബാലൻസ് കിട്ടുന്ന സമയം റെസ്റ്റ് ടൈമിലൊക്കെ യൂട്യൂബറാവുക. എന്നിട്ട് ഇതിൽ നിന്നൊക്കെ 10 രൂപ വരുമാനം കിട്ടി വളരാൻ നോക്കും. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ നെഗറ്റീവ് അടിച്ച് ആർക്കും ഗുണമില്ലാണ്ടാവുന്നു. അപ്പോൾ തൃശ്ശൂർക്കാർക്ക് ഇവിടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. തൃശ്ശൂർക്കാർക്ക് ഇവിടെ എന്താ പരിപാടി എന്നൊന്നും ചോദിച്ചു തരുത്. പോളണ്ടിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലും തൃശ്ശൂർക്കാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലും ഞങ്ങൾ ക്ഷമിക്കൂല. എന്നാൽ ശരി.